ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ഹിസ്റ്ററി ചാപ്റ്റർ 9 ആണ്. നല്ല നാളേക്കായി. 1993 മാർച്ച് 26-ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ചിത്രമാണിത്. 1993 മാർച്ച് 26-ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ചിത്രമാണിത്. ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ ഒരു കുട്ടിയും കുട്ടിയെ ഭക്ഷണമാക്കാൻ കാത്തു നിൽക്കുന്ന കഴുകനുമാണ് ചിത്രത്തിലുള്ളത്. കെവിൻ കാർട്ടർ എന്ന വിഖ്യാത ഫോട്ടോഗ്രാഫറാണ് ഇത് പകർത്തിയത്. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ദാരിദ്ര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സമൂഹത്തിലെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത്. ദാരിദ്ര്യം ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യം. ലോകബാങ്കിന്റെ 2015 കണക്കുകൾ പ്രകാരം 702 ദശലക്ഷം മനുഷ്യർ ലോകത്ത് ദരിദ്രരാണ്. ദാരിദ്ര്യം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഒരു സാമൂഹിക പ്രശ്നമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ 5-ൽ 1 ജീവിക്കുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 22% ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. തൊഴിലില്ലായ്മ എന്നത് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രശ്നമാണ്. ജനങ്ങളിൽ ഒരു വിഭാഗം ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ കണ്ടെത്തുമ്പോൾ ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ അതിന് കഴിയാത്തവരാണ്. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ. പാർപ്പിട പ്രശ്നം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം. പാർപ്പിടമില്ലായ്മ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നമാണ്. ഒരു വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യകരമായ രീതിയിൽ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു വീടുണ്ടാവുക എന്നത് പൗരന്റെ അവകാശത്തിൽപ്പെടുന്നു. സുരക്ഷിതത്വവും അനുയോജ്യവുമായ വാസസ്ഥലം കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ. വൃദ്ധജനങ്ങളുടെ അനാഥത്വം അണുകുടുംബങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറലും കാരണം വൃദ്ധജനങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന പരിചരണമോ പരിഗണനയോ ലഭിക്കാതെ അവരുടെ അനാഥത്വത്തിന് കാരണമാകുന്നു. സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിതത്വ ബോധം, സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വൃദ്ധർ. അത് അവരിൽ പലവിധ ആന്തരിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുടെ അനാഥത്വം സമീപകാലത്ത് ഒരു പൊതു പ്രശ്നമായി വളരുകയാണ്. അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. ലോക വൃദ്ധ ദിനം ഒക്ടോബർ 1. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി, കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ, പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തൽ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പുകയില, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ആദ്യമൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ വൈകാതെ ലഹരിയുടെ അടിമകളായി തീരുകയും ചെയ്യുന്നു. വ്യക്തികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം കുടുംബ ശൈഥില്യത്തിനും സാമൂഹികമായ ഒറ്റപ്പെടലിനും ലഹരിയുടെ ഉപയോഗം കാരണമായി തീരുന്നു. ലഹരി പദാർത്ഥങ്ങളോടുള്ള അഭിനിവേശം ഒരു രോഗമാണ്. പുകവലി, മദ്യം, മയക്കുമരുന്ന്, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ആത്മഹത്യ, അപകട മരണം എന്നിവയ്ക്ക്, കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകുന്നു. ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൗമാര കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കിടയിലെ കുറ്റകൃത്യങ്ങളും ഇന്ന് വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കൗമാര കുറ്റകൃത്യങ്ങളായാണ് കണക്കാക്കുന്നത്. ഇവർ കൗമാര കുറ്റാരോപിതർ, ജുവനൈൽ ഒഫൻഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ കുറ്റവാളികളായി തീരുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, ലഹരിയുടെ ഉപയോഗം, മാധ്യമങ്ങളുടെ ദുരുപയോഗം, സാമൂഹിക മൂല്യങ്ങളുടെ തകർച്ച. കൗമാര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ, കൗൺസിലിംഗ് സെന്റർ. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികാസത്തിനും കുടുംബത്തിന് പ്രധാന പങ്കാണ് വഹിക്കാനുള്ളത്. കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കുടുംബത്തെ സഹായിക്കാനും കൗൺസിലിംഗ് സെന്ററുകൾക്ക് കഴിയും. ജുവനൈൽ കോടതി കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതികൾ. മറ്റു കോടതികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നു തികച്ചും വ്യത്യസ്തമാണ് ഇതിന്റെ പ്രവർത്തനം. അടുത്തത് ചൈൽഡ് ലൈൻ.
കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ചൈൽഡ് ലൈൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായ ജീറോ ബില്ലി മോറിയാണ് 1996 ബോംബെയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ടിസ്സിലെ പ്രൊഫസറായ ജീറോ ബില്ലി മോറി 1996 ബോംബെയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്. പിന്നീട് 1998-99 ഇതിന്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് രാജ്യവ്യാപകമാക്കി. ടോൾ ഫ്രീ നമ്പറായ 1098 ഏത് സമയത്തും സേവനം ലഭ്യമാണ്. അടുത്തത് സൈബർ കുറ്റകൃത്യങ്ങൾ. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടാബുകൾ, TV തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വിവരശേഖരണത്തിനും വിനോദത്തിനുമായി ഉപയോഗപ്പെടുത്തുന്നു. പൊതുജനങ്ങളിൽ ചിലർ വിവര സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യാറുണ്ട്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വ്യക്തികളുടെ സാമൂഹിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും നിരവധി പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനമായി സൈബർ സെൽ പ്രവർത്തിക്കുന്നു. നല്ല നാളേക്കായി. സാമൂഹിക പ്രശ്നങ്ങളും പരിഹാരവും. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പാർപ്പിട പ്രശ്നം, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കൗമാര കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ. Thank you so much for listening me. We'll see you in next video.